നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുകയാണ്. ഒപ്പം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ഒപ്പം നഴ്സസ് ഡേ ആണ്, നഴ്സുമാരുടെ ദിനം കൂടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ നല്ല പരിചയമുള്ള, എപ്പോഴും നഴ്സ് എന്ന് പറയുമ്പോൾ ഓടിയെത്തുന്ന ഒരു മുഖം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. അത് സാന്ത്വനിപ്പിക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു മുഖമായിരിക്കും. അപ്പോൾ എല്ലാ നഴ്സുമാർക്കും നഴ്സസ് ദിന ആശംസകളും നേരുകയാണ്. നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോൾ ചെറിയ മഴ പെയ്ത്, വേനൽ മഴ പലയിടത്തും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ മറ്റ് വാർത്തകൾ, ഏറ്റവും പ്രധാനം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്ത, കരമനയിൽ അഖിൽ എന്ന യുവാവിനെ തല്ലിക്കൊന്ന ആ സംഭവമാണ്. ആ ദൃശ്യങ്ങൾ, അതിൻ്റെ ഞെട്ടലിൽ നിന്ന് മലയാളികൾ മുക്തരായിട്ടില്ല. കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്, ബാക്കിയുള്ളവർ കസ്റ്റഡിയിലുണ്ട്. കുറച്ചു പേർക്കായുള്ള തെരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും സമഗ്രമായൊരു വാർത്താ ദിനത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെ പോകാം. വളരെ പ്രധാനപ്പെട്ടതാണത്. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾക്കായി തമിഴ്നാട്ടിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേർ തമിഴ്നാട്ടിലേക്ക് കടന്നെന്ന സംശയത്തെ തുടർന്നാണ് തെരച്ചിൽ ശക്തമാക്കിയത്. പ്രതികളിൽ ഒരാളായ അനീഷ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. പ്രതികൾ കൊലപാതകത്തിനെത്തിയ വാഹനം ഓടിച്ചിരുന്നത് അനീഷായിരുന്നു. വാഹനവും നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ സഹായിച്ചെന്ന് കരുതുന്ന 3 പേരും കസ്റ്റഡിയിലാണ്. ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. പക്ഷെ അത്ര നല്ല വാർത്തയല്ല നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു യുവാവിനെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ, അത് നമ്മളെയൊക്കെ മനസ്സിന് വളരെയധികം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ, ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം ഏത് നിലയിൽ എത്തി നിൽക്കുന്നു? തമിഴ്നാട്ടിലേക്കുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, 4 സംഘമാണ് ഈ കൊലപാതകത്തിൽ എത്തിയത്. ഇതിൽ വാഹനം ഓടിച്ചിരുന്ന ആളെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് പിടികൂടിയിരുന്നു. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നടത്തി വെച്ചാണ് അനീഷിനെ പിടികൂടിയത്. അനീഷാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇനി 3 പേർ പിടിയിലാകാനുണ്ട്. അതായത് CCTV ദൃശ്യങ്ങളിൽ കാണുന്ന 3 പേരാണ്. അവരാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. തമിഴ്നാടും കേരളവും, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, അവിടേക്ക് ഇവർ കടന്നിട്ടുണ്ടാകുമെന്ന് സംശയമുണ്ട്. നേരത്തെ തന്നെ ഇവർക്ക് ചില ബന്ധങ്ങൾ ആ ഭാഗത്തുണ്ട്. ആ വഴിയിലൂടെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് റെന്റിനെടുത്ത വാഹനമാണ് കൊലപാതകത്തിന് എത്തുന്നതിലേക്കായി ഇവർ ഉപയോഗിച്ചത്. ഈ വാഹനം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെടുത്തു. ഇവർക്ക് വാഹനം ഏർപ്പാടാക്കി നൽകിയ ആളുകൾ ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതുവരെ കസ്റ്റഡിയിലുള്ളത്, അതായത് അനീഷിനെ കൂടാതെ ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതോടെ 4 പേരാണ് ആകെ പിടിയിലായിട്ടുള്ളത്. ഈ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിൽ ഹരിലാൽ നേരത്തെ നടന്ന 2019 അനന്തു കൊലക്കേസിലെ പ്രതിയാണ്. ഗൂഢാലോചനയിലും മയക്കുമരുന്ന് ഉപയോഗത്തിലും പങ്കാളിയാണ്. കിരൺ കൃഷ്ണ ഇതേപോലെ തന്നെ അനന്തു കൊലക്കേസിലെ മറ്റൊരു പ്രതിയാണ്. പപ്പരങ്കോട് ബാറിൽ കഴിഞ്ഞ ഇലക്ഷൻ ദിവസം നടന്ന സംഭവത്തിലെ പങ്കാളിയാണ്. കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇയാളാണ്. മറ്റൊരു കിരണുണ്ട്, കരമന സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽപ്പെട്ടയാളാണ്. മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ച ആളാണ്. ഈ തരത്തിൽ പ്രതികൾക്ക് ഒത്താശ ചെയ്ത 3 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളോടൊപ്പം വാഹനം ഓടിച്ചിരുന്ന അനീഷും പിടിയിലായിട്ടുണ്ട്. ഇനി ഈ പ്രധാനപ്പെട്ട 3 പ്രതികളാണ് പിടിയിലാകാനുള്ളത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. അശ്വതി, വിനോദ്, ഈ ദൃശ്യങ്ങളിൽ ഈ കല്ലെടുത്തെറിഞ്ഞ മരണം ഉറപ്പാക്കിയ ഒരാളുണ്ട്. അയാളാണ് ഏറ്റവും അതിൽ ക്രൂരമായി മർദ്ദിക്കുന്നതും. 2 തവണ ഒരാൾ തടഞ്ഞിട്ടും 2 തവണ എറിഞ്ഞിരിക്കുന്നതും. ഇയാൾ അടക്കമുള്ള ആളുകളാണ് ഈ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടോ എന്ന് സംശയിക്കുന്നത് പോലീസ്. അഖിൽ അപ്പു എന്ന പ്രതിയാണ് ആ തരത്തിൽ ഈ കല്ല് ശരീരത്തിലേക്ക് ഇടുന്നത്. 6 തവണയാണ് ഇങ്ങനെ കല്ല് ശരീരത്തിലേക്ക് ഇട്ടത്. കമ്പിവടി കൊണ്ട് മറ്റൊരു പ്രതി തലയ്ക്കടിക്കുമ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് ശരീരത്തിലേക്ക് കല്ല് ഇടുന്നത്. വലിയ ഭാരമുള്ള കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് ഇടുകയായിരുന്നു. ഇലക്ഷൻ ദിനത്തിൽ നടന്ന ഒരു തർക്കം, ബാറിലേക്ക് കയറുന്ന വഴി തടസ്സപ്പെടുത്തി എന്ന പേരിൽ നിന്ന ഒരു തർക്കം, ആ തർക്കത്തെ തുടർന്നാണ് ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പ്രതികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായല്ല
ഇവർ ഇങ്ങനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുന്നത്. 2019 കൊലപാതകം നേരത്തെ സൂചിപ്പിച്ചു. അതിൽ ഒരു ക്ഷേത്ര പരിസരത്ത് നടന്ന ചെറിയൊരു തർക്കമാണ്, ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു തർക്കമാണ് അന്ന് ഒരു യുവാവിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. അന്ന് അനന്തു എന്ന യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ബൈക്കിൽ അനന്തുവിനെ ഇവർ കയറ്റിക്കൊണ്ടു പോവുകയും നീറമൺകരയ്ക്കടുത്ത് കാട് പിടിച്ച സ്ഥലത്ത് ഒരു ദിവസം മുഴുവൻ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു. അന്ന് പ്രതികളിൽ ഒരാളുടെ ജന്മദിന ആഘോഷമായിരുന്നു, ലഹരി ഉപയോഗിച്ചുള്ള ആഘോഷം. അതിനുശേഷം ഇവർ അനന്തുവിനെ പിടിച്ചുകൊണ്ടുവരികയായിരുന്നു. അവിടെ അനന്തുവിന്റെ കാലുകളിലെയും കൈകളിലെയും ഞരമ്പുകൾ മുറിച്ചു, കണ്ണിൽ മുറിവുണ്ടാക്കി, നഖങ്ങൾ പിഴുതെടുത്തു, തല കരിക്കുകൊണ്ട് ഇടിച്ചു ചതച്ചു. ആ തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ കൊലപാതകവും നടന്നിട്ടുള്ളത്. അത് CCTV ദൃശ്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിട്ടുണ്ട്. ഇവർ ഒരാഴ്ച മുൻപ് ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ ഈ അഖിലിന്റെ വീട് കണ്ടുപിടിക്കുകയും അഖിലിന്റെ ദിനചര്യകൾ മനസ്സിലാക്കുകയും അതിനുശേഷം അഖിലിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇവർ സംഘടിതമായി എത്തി. വീടിന് സമീപം പ്രാവുകൾക്ക് തീറ്റി നൽകുകയായിരുന്ന അഖിലിനെ പുറത്തേക്ക് വിളിച്ചിറക്കുകയും അവിടെ നിന്ന് മർദ്ദനം ഭയന്ന് അഖിൽ ഓടുമ്പോൾ തൊട്ടടുത്ത കോമ്പൗണ്ടിലേക്കാണ്, അവിടെ ഈ സിമന്റും ഇഷ്ടികയും സിമന്റ് കല്ലുകളും ഒക്കെയും വിൽക്കുന്ന ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലേക്ക്, അതിന്റെ കോമ്പൗണ്ടിലേക്ക് ഓടി കയറുമ്പോഴാണ് ഈ ക്രൂരമായ മർദ്ദനം നടത്തുന്നത്. അത് ഒരു സമയം തന്നെ 2 പേർ അതിക്രൂരമായി മർദ്ദിക്കുന്നു. തലയിൽ കമ്പി കൊണ്ട് ഒരാൾ അടിക്കുകയും മറ്റൊരാൾ ഭാരമുള്ള കല്ല് നെഞ്ചിലും തലയിലും ഇടുകയും ചെയ്യുന്നു. മരണം ഉറപ്പാക്കുക എന്നത് തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഈ ആളുകൾ ഓടിക്കൂടി, തൊട്ടടുത്ത് തന്നെയാണ് വീട്, വീട്ടുകാർ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ തലയോട്ടി 2ആയി പിളർന്ന നിലയിലായിരുന്നു അഖിലിനെ കണ്ടെത്തിയത്. അതായത് ഇത് ക്രൂരമായി ഈ കൊലപാതകം ചെയ്യുക എന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കൊടും കുറ്റവാളികളാണ് ഇവർ. ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ കുറ്റകൃത്യം ചെയ്യുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച എന്ന തരത്തിൽ വലിയ ആരോപണങ്ങളും ഇതിനകം ഉയർന്നു വരുന്നുണ്ട്. ഇത്രയും കൊടും കുറ്റവാളികൾ അവർ ബാറിൽ ഏറ്റുമുട്ടിയ വിവരം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്റ്റേഷൻ ചുമതലയിൽ, ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇത് കാര്യമായി എടുത്തില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഇതിനിടെ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പോലീസിന്റെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പാണ് മന്ത്രി നൽകിയത്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 പേർ കസ്റ്റഡിയിലുണ്ട്. ബാക്കിയുള്ള പ്രതികൾക്കായുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്, ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എന്ത് തന്നെയായാലും പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത് നമ്മുടെ കേരളത്തിൽ. ഇന്നലെ കണ്ണു നനയിച്ച മറ്റൊരു വാർത്ത, തൃപ്പൂണിത്തുറയിൽ പിതാവിനെ മകൻ ഉപേക്ഷിച്ച് പോയി എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അയൽവാസികളുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് അതിലേക്ക് എത്തുകയും ഇപ്പോൾ പോലീസ് നടപടിക്കൊരുങ്ങുന്നു എന്ന വാർത്തയും വരികയാണ്. മകനെതിരെ കേസെടുത്തെങ്കിലും ഉടൻ ഹാജരാകില്ല എന്നാണ് വിവരം. സംഭവം വിവാദമായിട്ടും പിതാവിനെ ഏറ്റെടുക്കാൻ മക്കൾ ആരും തയ്യാറായിട്ടില്ല. ഇതോടെ ഇദ്ദേഹത്തെ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, വെരി ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് മാതൃദിനമാണ്. അമ്മയും അച്ഛനെയും ഒക്കെ, പ്രായമായ അമ്മയും അച്ഛനെയും ഒക്കെ എങ്ങനെ നോക്കണം എന്നൊക്കെ നമ്മൾ വരും തലമുറയെ കാണിച്ചു കൊടുക്കേണ്ട അവസരമാണിത്. ആ സമയത്താണ് ഇന്നലെ ഇത്തരത്തിലൊരു വാർത്ത വരികയും വലിയ വേദന ഉണ്ടാക്കുകയും നമുക്കൊക്കെ കാണുമ്പോൾ തന്നെ, അതും കിടപ്പ് രോഗിയായിരുന്ന അച്ഛനാണ്. ഒന്ന് എഴുന്നേറ്റ് മാറിക്കിടക്കാനോ തിരിഞ്ഞു കിടക്കാനോ പോലും പറ്റാത്ത ആളാണ്. അദ്ദേഹത്തോടാണ് ഇത്രയും ക്രൂരത കാട്ടിയത്. ഇപ്പോൾ എന്താണ് ഇതിന്റെ ഒരു ഏറ്റവും പുതിയ വാർത്ത? എന്താണ്? വെരി ഗുഡ് മോർണിംഗ് അശ്വതി. ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. മക്കളെ നോക്കാനറിയാത്ത മാതാപിതാക്കളെ നോക്കാനറിയാത്ത മക്കൾ, എങ്ങോട്ടാണ് നമ്മുടെ കേരളം ഇങ്ങനെ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്ചര്യമാണ് തോന്നുന്നത്. ഇന്നലെ തൃപ്പൂണിത്തുറയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മളുടെ കണ്ണ് ഒന്നുകൂടിയായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ കിടപ്പ് രോഗിയായി കഴിയുന്ന അച്ഛനെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് ആ മകന്
പോകാൻ കഴിഞ്ഞത് എന്ന് ഓർത്ത് ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചർച്ച ചെയ്യുകയും ഇന്നലെ മന്ത്രി അടക്കം ഇടപെട്ട് 70 വയസ്സ് കഴിഞ്ഞ വയോധികനായ ഷൺമുഖന് വേണ്ട എല്ലാ കരുതലും ചികിത്സയും നൽകണമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. എന്തായാലും കേവലം ഒരു സ്വത്ത് തർക്കം അല്ലെങ്കിൽ കുടുംബ പ്രശ്നത്തിന് വേണ്ടി അച്ഛനെ ഉപേക്ഷിച്ചു പോയ ഈ മകനെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇന്നലെ ഒന്നടങ്കം പറഞ്ഞത്. എന്തായാലും പോലീസ് ഇതിന് കേസ് എടുത്തിട്ടുണ്ട്. മകനെ വിളിച്ചപ്പോൾ ആദ്യം വേളാങ്കണ്ണിയിൽ ട്രിപ്പ് പോയിരിക്കുകയാണ്, അതായത് ഒരു ഡ്രൈവറാണ്, അതിന്റെ വേളാങ്കണ്ണിയിലാണ് താനിപ്പോൾ, പിന്നീട് വാഗമണിലാണ്, അങ്ങനെ പല പേരുകൾ പലയിടങ്ങളിലാണെന്ന് പറയുന്നു പോലീസിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും പോലീസ് മകനെതിരെ കേസെടുത്തിട്ടുണ്ട്. മകന്റെ ഭാര്യയും കുട്ടികളും അവരെ മറ്റൊരിടത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ആ വീട്ടിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. കൊണ്ടുപോകാത്ത ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ സ്വന്തം അച്ഛനെയും ഉപേക്ഷിച്ച് കടന്ന ഈ മകനെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ രണ്ട് പെൺമക്കളും മകനും ഉൾപ്പെടെ 3 മക്കളുള്ള ഒരു അച്ഛനാണ്. പെൺമക്കൾ ഇന്നലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കാരണം അവർ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ്. അവിടെ അച്ഛനെ നോക്കുന്നതിൽ ചില പരിമിതികളുണ്ട്, സാമ്പത്തികമായി കുറച്ച് പിന്നോക്കാവസ്ഥയിലാണെന്നുള്ളൊരു ന്യായമാണ് ഈ മക്കൾ പറയുന്നത്. എന്തായാലും മകന്റെ ഉത്തരവാദിത്തമാണ് ഈ അച്ഛനെ നോക്കേണ്ടത്. അതുകൊണ്ട് മകൻ തന്നെ അച്ഛനെ കൊണ്ടുപോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇന്നലെ പെൺമക്കളും സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും സഹോദരനാണ് ഇന്നലെ ഈ ഷൺമുഖൻ, 70 വയസ്സ് കഴിഞ്ഞ് ഷൺമുഖന്റെ സഹോദരനാണ് മൂവാറ്റുപുഴയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ഈ അച്ഛനെ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ മറ്റ് ചില ആളുകൾ ഈ അനാഥാലയങ്ങളിൽ ഉൾപ്പെടെ ഷൺമുഖനെ ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. പക്ഷേ സഹോദരൻ തന്നെ കൊണ്ടുപോകാമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സഹോദരനോടൊപ്പം പോലീസ് ഷൺമുഖനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മകനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എത്രയും വേഗം മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷൻ 10 ദിവസത്തിനകം പോലീസിനോട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ ആ 70 വയസ്സ് കഴിഞ്ഞ അച്ഛനെ, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത, 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഒരു കിടക്കുന്ന ഒരു അച്ഛനെ യൂറിൻ ബാഗ് പോലും മാറ്റാൻ കഴിയാതെ വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ വീട്ടിലേക്ക് ഇന്നലെ ചെല്ലുമ്പോൾ പോലും. എന്തായാലും ആ അച്ഛന് വേണ്ട പ്രാഥമികമായിട്ടുള്ള ചികിത്സയെല്ലാം ലഭിച്ചു കഴിഞ്ഞു. സ്വന്തം സഹോദരന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഈ അച്ഛന് ഇന്നലെ ആശുപത്രിയിൽ എത്തിയപ്പോൾ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയൊരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ഈ നാട്ടുകാരുടെയും കൗൺസിലറുടെയും ഒക്കെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഈ അച്ഛന് വലിയൊരു ദുരന്തം സംഭവിക്കാതെ കൃത്യമായുള്ള ചികിത്സ കിട്ടുകയും ഭക്ഷണം കിട്ടുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ മക്കൾ ഈ അച്ഛനെ ഏറ്റെടുക്കില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പെൺമക്കൾ ഇതിനു മുൻപ് തന്നെ പെൺമക്കൾ ഈ അച്ഛനെ കാണാനൊക്കെ അവിടെ വരുമ്പോഴേക്കും ഈ മകൻ കയറ്റാത്തൊരു സാഹചര്യം, പോലീസുമായിട്ടൊക്കെ മക്കൾക്ക് അച്ഛനെ കാണാൻ എത്തേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അതായത് ഈ മകനെ അച്ഛനെ വിട്ടുകൊടുക്കാനും പെൺമക്കൾക്ക് വിട്ടുകൊടുക്കാനും ഇഷ്ടമല്ല, പക്ഷേ അയാൾ കൃത്യമായി നോക്കുകയുമില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ്. എന്ത് വിചിത്രമായിട്ടുള്ളൊരു ന്യായീകരണമാണ് ഈ മകൻ പറയുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും പോലീസ് ഈ മകനെ എത്രയും വേഗം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യം ചെയ്ത് വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കായിരിക്കും പോലീസ് കടക്കുക. എന്തായാലും മകനെതിരെ കേസെടുത്തിട്ടുണ്ട്. അശ്വതി, അതാണ് മകനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസോ സ്റ്റോറിയോ ഒന്നും മാത്രമല്ല, അവർക്ക് എന്താണ് വേണ്ടത്, പ്രായമായ അച്ഛനും അമ്മയ്ക്കും എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. +2 സീറ്റ് വിഷയത്തിലെ ലീഗിന്റെ പ്രതികരണത്തെ വിമർശിച്ച് ഡോക്ടർ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മലപ്പുറത്തോടുള്ള അവഗണനയായി അതിനെ വ്യാഖ്യാനിക്കുന്നത് സർക്കാരിനെതിരെ മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള ശ്രമമാണെന്നാണ് ജലീലിന്റെ ആക്ഷേപം. ഹയർ സെക്കൻഡറിയിലെ 20% സീറ്റ് വർധന പുതിയതല്ലെന്നും ലീഗ് ഭരണത്തിലിരുന്ന കാലത്തും അത് അനുവദിച്ചിരുന്നുവെന്നും വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിക്കരുതെന്നും പോസ്റ്റിൽ ജലീൽ പറയുന്നു. +2 വിഷയത്തിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം സർക്കാരിനെതിരെ ന്യൂസ് 18നോട് പ്രതികരിച്ചിരുന്നു. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ +2 വിഷയം അത് കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് KT ജലീലിന്റെ പോസ്റ്റ് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്?
ഗുഡ് മോർണിംഗ് അശ്വതി. നമുക്കറിയാം ഈ +1 പ്രവേശന വിഷയം ചർച്ചയായത് മുതൽ തന്നെ മലപ്പുറത്ത് വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഈ ഒരു ബാച്ചുകളുടെ വർധനവാണ് ആവശ്യമെന്നും സീറ്റുകളുടെ വർധനവല്ല വേണ്ടതെന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും ഒരുപോലെ ആവശ്യപ്പെടുന്നൊരു സാഹചര്യം. പലരും പരസ്യ പ്രതിഷേധം വരെ നടത്തി, പലരും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ PMA സലാം തന്നെ ഈ ഒരു ബാച്ച് വർധനവിൻ്റെ ആവശ്യം അത് അക്കമിട്ട് പറയുന്ന ഒരു സാഹചര്യം PK കുഞ്ഞാലിക്കുട്ടി തന്നെ ഇതിൽ പ്രതികരിച്ചിരുന്നു. അത്തരത്തിൽ വ്യാപകമായിട്ട് ലീഗിൽ നിന്നും ഈ ഒരു ബാച്ച് വർധനവ് എന്ന ഒരു ആവശ്യം ഉയർന്നപ്പോഴാണ് KT ജലീലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടകര പൂത്തിരി കത്തിക്കരുത് എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ഇതാദ്യമായിട്ടല്ല ഒരു ബാച്ച് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. 2016 UDF സർക്കാർ ചെയ്തപ്പോൾ അന്നൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ ഇതിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. മാത്രമല്ല അന്നത്തെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ നല്ല കെട്ടിടങ്ങളും മികച്ച സൗകര്യങ്ങളുള്ള ഭൗതിക സാഹചര്യങ്ങളും സ്കൂളുകളിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇടത് സർക്കാർ ചെയ്തതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് ശ്വാസം മുട്ടിയിരിക്കേണ്ട ഞെരുങ്ങിയിരിക്കേണ്ട ഒരു സാഹചര്യം എവിടെയുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സീറ്റുകളുടെ വർധനവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടിയിരിക്കേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ പോസ്റ്റിൽ. മാത്രമല്ല മുൻപ് സീറ്റ് വർധനവിനെ ന്യായീകരിച്ചവർ ഇപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നുള്ളതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. വടകര പൂത്തിരി, അതായത് വടകരയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ നടന്ന ആ പ്രചരണങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തലക്കെട്ടാണ് വടകര പൂത്തിരി മലപ്പുറത്ത് കത്തിയത്. നേരത്തെ തന്നെ മലപ്പുറത്ത് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തുള്ളവർ ചിലരാണ് ഇത്തരത്തിൽ വിമർശനം ഉയർത്തുന്നത് ശിവൻകുട്ടിയുടെ വാക്കുകളെ വലിയ തോതിൽ തന്നെ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വേർതിരിവ് മലപ്പുറത്ത് ഒരു വർഗീയമായിട്ടുള്ള വേർതിരിവിന് ശ്രമിക്കരുത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്തിനാണ് ഒരു കാര്യം കൂടി അദ്ദേഹം ഇതിൽ എഴുതി അവസാനിപ്പിക്കുന്നുണ്ട്. മുസ്ലിം വിരുദ്ധ ചാപ്പ കുത്താനുള്ള നീക്കമാണ് ഇവിടെ ദൗർഭാഗ്യവശാൽ നടക്കുന്നത് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഈ ഒരു സീറ്റുകളുടെ കുറവ് ശാശ്വതമായിട്ട് തന്നെ ഇടതുപക്ഷ സർക്കാർ പരിഹരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു +1 SSLC ഫലം വരുമ്പോൾ മലപ്പുറത്തിനെ എല്ലാവരും പുകഴ്ത്തുകയും മലപ്പുറത്തിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതിനുശേഷം ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായി കാണുന്നതാണ്. ഇത്തവണയും അത്തരത്തിൽ ഒരു ബാച്ചുകളുടെ വർധനവിന് വേണ്ടി വലിയ പ്രതിഷേധം ഉയരും എന്ന സാഹചര്യത്തിലാണ് KT ജലീൽ ഈ ഒരു സീറ്റ് വർധനവിനെ ന്യായീകരിച്ചുകൊണ്ട് എന്നാൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി അതേസമയം പ്രതിഷേധം ഉയർത്തുന്ന ലീഗിനെയും മറ്റുള്ളവരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും വരും ദിവസങ്ങളിലും ഈ ഒരു +1 വിഷയത്തിൽ മലപ്പുറത്ത് പ്രതിഷേധവും ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ തുടരുമെന്ന് ഉറപ്പാണ്. അത് ഒരു ബാച്ചുകളുടെ വർധനവ് ലഭിക്കുന്നതുവരെ അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നും ഉറപ്പാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ടും ലീഗ് ഉന്നയിക്കുന്ന ഒരാവശ്യം തെക്കൻ കേരളത്തിൽ അധികം കുട്ടികളില്ലാതെ ഉള്ള ബാച്ചുകൾ അത് മലപ്പുറത്തേക്ക് മാറ്റണം എന്നൊരാവശ്യമാണ് കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനോട് എത്രമാത്രം അനുകൂലമായിട്ട് ഇടതു സർക്കാർ പ്രതികരിക്കുമെന്നറിയില്ല. എങ്കിൽ പോലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ സാഹചര്യം ഉണ്ടാകില്ല. കുട്ടികൾക്ക് കുറേ കൂടി സീറ്റുകൾ പഠിക്കാനുണ്ട്. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും. അശ്വതി. ശരി അനുമോദ്. എന്തായാലും മറ്റൊരു വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. CPM വർഗീയതയ്ക്കെതിരായ UDF പരിപാടിയിൽ ലൈംഗിക അധിക്ഷേപവുമായി RMP നേതാവ്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെയാണ് RMP നേതാവ് KS ഹരിഹരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയത്. ടീച്ചറുടെ അശ്ലീല വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ എന്നാണ് ഹരിഹരൻ ചോദിച്ചത്. ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും? അത് അങ്ങേയറ്റം മോശമായ പരാമർശമാണ് നടത്തിയത്. എന്തായാലും പ്രസംഗം വിവാദമായതോടെ KS ഹരിഹരൻ സമൂഹ മാധ്യമത്തിലൂടെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കത്തിപ്പടരാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കടുത്ത ചൂടിന് ശമനമേകി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴ ലഭിച്ചു. പത്തനംതിട്ട, ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചു. മറ്റന്നാൾ പത്തനംതിട്ടയിലും 15-ന് പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുളന്തണ്ടുകൾ കൊണ്ട് സവിശേഷ രീതിയിൽ കുട്ടകൾ നിർമ്മിക്കുന്ന കരകൗശല വിദഗ്ധനെ പരിചയപ്പെടാം ഇനി. ആലപ്പുഴ മുഹമ്മ സ്വദേശിയായ ദാമുവാണ് പ്രാചീന രീതിയിൽ വാരുകൾ ഉപയോഗിച്ച്
കൊല്ലിക്കുട്ടകൾ നിർമ്മിക്കുന്നത്. ആധുനിക കാലത്താണെങ്കിലും പ്രകൃതിദത്ത രീതിയിലുള്ള നിർമ്മാണത്തിന് ആവശ്യക്കാർ ഏറെയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ്. ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ ഇപ്പോഴും പഴമയെ വിടാതെ പിന്തുടരുന്ന ചില ആളുകളും ഒപ്പം തന്നെ ചില വസ്തുക്കളും ഒക്കെ ഉണ്ട്. അത്തരത്തിലൊരു നിർമ്മാണമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കഞ്ഞിക്കുഴി സ്വദേശിയായ ദാമുചേട്ടനാണ്. ഈ കൊട്ട, ഇത്തരത്തിലുള്ള കൊട്ടയൊന്നും ഇപ്പൊ കാണാനില്ല അല്ലേ? മുമ്പത്തെ പോലെ കാണാനില്ലെങ്കിലും തുച്ഛമാണ്, വിലത്തൊക്കെ ഉണ്ടാവും. അത്രയും മുമ്പത്തെ പോലുള്ള ഉപയോഗം ഇല്ല. അത് കാരണം ഉൽപാദനവും കുറവ്. ഇപ്പം ഇവിടെ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഈ പണി ചെയ്യുന്നുള്ളൂ. പണ്ട് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു നിർമ്മാണമൊക്കെ? ഒരുപാട് ആളുകൾ ഈ ജോലി ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാടില്ല, ഒരു 5-10 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ഒക്കെ മരിച്ചും പോയി. ഇപ്പം ഇതിൻ്റെ പണി ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കൊട്ടയുണ്ടല്ലോ, ഇതിന് വാരിക്കൊട്ട എന്നാണ് പറയുന്നത്. പണ്ട് ഇതിനകത്താണ് മൺകലം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകൾ വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചോറ് കോരി എടുക്കുന്ന കൊട്ടയല്ല ഇത്, മറിച്ച് നല്ല കട്ടിയുള്ള ബലമുള്ള വാരികൾ ഉപയോഗിച്ച് അല്ലേ നിർമ്മാണം. ഇതിന്റെ നിർമ്മാണത്തിനായിട്ട് എന്തുമാത്രം വാരികൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്? ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നുണ്ട്, വില കൂടുതലുള്ള സാധനം കിട്ടുന്നുണ്ട്. ഇതിന് പ്രധാനം എന്ന് പറയുന്നത് മുളയും കയറുമാണ് പ്രധാനമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ. എത്ര ലോഡ് വരെ ഇതിനകത്ത് കൊള്ളും? അതിപ്പം ഒരു 10-50 കിലോ ഉള്ള സാധനം വരെയൊക്കെ നമ്മൾ എടുക്കുവാനും. ഇപ്പം അങ്ങനെ ആരും എടുക്കത്തില്ല. പണ്ട് ഇത് എനിക്ക് തോന്നുന്നു ചട്ടിങ്കലൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളുടെ കയ്യിൽ ഈ കൊട്ടയുണ്ടായിരുന്നു. വലിയ വലിയ കൊട്ടയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കൃഷിയിടങ്ങളിലൊക്കെ തേങ്ങയൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു അല്ലേ? ഇപ്പൊ എന്തിനൊക്കെയാ ഇത് ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഇതിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആളുകൾ. അങ്ങനെയൊക്കെ എടുക്കുന്ന ആളുകളെ കാഴ്ചകൾ പോലും ഇല്ല ഇപ്പൊ. അങ്ങനെ എടുക്കുന്ന കാഴ്ചകളില്ല. വല്ലവരും എങ്ങാനും എടുക്കുമെന്നല്ല. മുമ്പത്തെ പോലുള്ള പരിപാടിയൊന്നും ഇതുകൊണ്ട് ഇപ്പോഴില്ല. എത്ര സമയം എടുക്കും ഈ ഒരു കൊട്ട? ഇതിപ്പോ ഒരു ദിവസം കൊണ്ടായിട്ട് 2 എണ്ണം നമ്മൾ അതുപോലെ പരിശ്രമിക്കണേ ചെയ്യാം. ഇപ്പോഴേ ഇപ്പൊ ഓർഡർ ഉണ്ടോ ഇതിന്? ഇപ്പൊ 3-4 ഇവിടെ ഇപ്പൊ മുമ്പത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ രീതി ഇവരുടെ പണി വളരെ മോശമാണ്. ഇപ്പൊ ചെറിയ രീതിയിലുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾക്ക് സത്യം പറഞ്ഞാൽ കൗതുകമാണല്ലോ ഇപ്പൊ ഇങ്ങനത്തെ നിർമ്മാണമൊക്കെ. ഇപ്പം റെക്സിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചും അല്ലാതെ കുറച്ചുകൂടെ കട്ടിയുള്ള സംവിധാനം ഉപയോഗിച്ചൊക്കെയാണല്ലോ ഇപ്പൊ പണിസ്ഥലത്തൊക്കെ കൊട്ടകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ചിലർക്ക് ഇപ്പൊ അതിശയമായിട്ടൊക്കെ തോന്നുന്നവരുണ്ട് കാണാതിരുന്ന് കാണാൻ. എങ്ങനെ തുടങ്ങുന്നത്? എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? തുടങ്ങുന്നത് ചൂട്. ഇത് 16 എണ്ണം നിരത്തും. നിരത്തി വെച്ചിട്ട് ഈ സാധനം വെച്ചിട്ട് കയർ ചൂട് പിടിപ്പിക്കും. പിടിപ്പിച്ചതിന് ശേഷം ഇതിന്റെ വക്കിന് കയറ് ചുറ്റിയാണ് വളച്ചെടുക്കുന്നത്. അത് ഇച്ചിരി മുമ്പ് ഒരു പാർട്ടിക്കിനെ കാണിച്ചതാണ്. ഇത് വളയ്ക്കാൻ ഇത് നല്ല കട്ടിയുണ്ടല്ലോ. എങ്ങനെ ഇത് വളച്ചെടുക്കുന്നത്? അതുപോലെ കയറെ ചുറ്റി വളക്കാം. എന്നെ ആ പീസ് ഒന്ന് എന്നെ കാണിച്ചു തരണേ, എങ്ങനെയാ വളയ്ക്കുന്നുള്ളത്? ചുറ്റി കാണിച്ചു. 16 വാരി 4 കളമായിട്ട് നിരത്തി പിടിച്ചിട്ട് വളയം വെച്ച് പിടിപ്പിക്കും. ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് എങ്ങനെയാന്നുള്ളത്. അത് ഇപ്പൊ കാണിക്കാനൊക്കെ അങ്ങനെ ദിവസങ്ങളോളം പിടിക്കും. പിന്നെ ഇതിങ്ങനെ നിവർത്തി ഇത് അങ്ങനെ ലോക്ക് ചെയ്തെടുത്തതാണല്ലേ ഇത്? ഇതിലെ അടിച്ചത് ചുറ്റും ഇത് വളക്കുന്നത് കാണിച്ചു തരാം. ഒന്ന് എന്നെ വളച്ചൊന്ന് എങ്ങനെയാ വളയ്ക്കുന്നത് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് കയറി ഇരുന്നിട്ടാണ് അകത്ത് കയറി ഇരുന്നിട്ടാണ് കയറ് ചുറ്റി പൂച്ചുന്നത്. അപ്പൊ അതിങ്ങനെ ചുറ്റി ഇത് ഫുള്ള് തുടക്കത്തിന്റെ അവിടെ വന്ന് വലിച്ചും കെട്ടി നിർത്തും. തിരിച്ച് നമ്മൾ തുടങ്ങിയെടുത്ത് വന്ന് നിൽക്കും അല്ലേ? തുടങ്ങിയെടുത്ത് വന്ന് നിർത്തും. അതിനുശേഷം 2 വളയം നീളത്തിലുള്ള വളയം വെച്ച് 2 വളയം കെട്ടും. വളയം ചൂറിലാണോ? മുള തന്നെ. മുള തന്നെയാണല്ലേ? അത് പിന്നെ 2 വളയം കെട്ടിയതിന് ശേഷം വീണ്ടും ഇത് പൂച്ച. അന്നേരം ഇതുപോലെ ചെറുതായിട്ട് ഒരു കൊട്ടക്ക് ശരാശരി 4 പ്രാവശ്യം പൂച്ചയാൽ ഇത്രയും വട്ടം കിട്ടത്തുള്ളതാണ്. ഇങ്ങനെ ചുറ്റുന്നതിനാണ് കൂച്ചുന്നെന്ന് ചുറ്റുന്നതിനാണ് കൂച്ചുന്നെന്ന് പറയുന്നത്. പിന്നെ ഇതിങ്ങനെ കമിഴ്ന്ന് ഇങ്ങനെ ഇതായി വരുന്നത്, അതായത് കൊട്ടയുടെ രൂപത്തിലേക്ക് വരുന്നത് ഇപ്പൊ കുറച്ച് പരന്നിരിക്കുമല്ലേ? ഇങ്ങനെ വെച്ച ശേഷം പിന്നെ വളരെ നീളമുള്ള വാരി ഇങ്ങനെ ചുറ്റും. ഇതുപോലെ കോർത്ത് വരി ഇതുപോലെ കെട്ടും. കെട്ടി 2 കെട്ടിയതിന് ശേഷം വീണ്ടും ഈ ചുറ്റ് വലിച്ചൊതുക്കും. അപ്പോൾ ഒന്നുകൂടി
അകത്തേക്ക് സ്ഥലം കിട്ടും അല്ലേ? ഒതുങ്ങി കിട്ടും. ഒതുങ്ങി വരും. പിന്നീട് 2 വളയം വെച്ചിട്ട് ഒന്നുകൂടി കൂച്ചും. അങ്ങനെ 4 പ്രാവശ്യം കൂച്ചുമ്പോഴാണ് ആ ഒരു ഷേപ്പിലേക്ക് ആ രൂപത്തിൽ വരുന്നത്. ചേട്ടാ, അപ്പൊ ഒരു കൊട്ടയ്ക്ക് എത്ര രൂപ കിട്ടും? ഇപ്പൊ ഇവിടെ കിട്ടുന്നത് 450 രൂപയാണ് ചില്ലറ വെക്കുമ്പോൾ. കടയിൽ കൊടുക്കുമ്പോൾ അതിനേക്കാളൊക്കെ കുറച്ച് അവരുടെ കമ്മീഷൻ കഴിച്ച് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്ര ദിവസത്തെ അധ്വാനം വേണം ഒരു കൊട്ടയ്ക്ക്? ഒരു ദിവസം അധ്വാനം അതൊരു 5 മണിക്കൂർ, ശരാശരി ഒരു 5 മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം തീർത്ത് അതിന്റെ തുടക്കം മുതൽ തീർത്ത്. ഈ മുളയുടെ തണ്ടൊക്കെ കിട്ടുന്നത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്താണ് കിട്ടുന്നത്? അല്ലല്ല, നീളത്തിൽ അപ്പുറം കിടപ്പുണ്ട്. വലിയ മുളയാണ്. വലിയ മുള നമ്മള് കീറി എടുക്കുവാണ്, മുറിച്ച് പൊട്ടിച്ച് കീറി എടുക്കുകയാണ്. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യോ? ഉണക്കാനോ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നുമില്ല. നമ്മൾ കട്ട് ചെയ്ത് പാകത്തിന് എടുക്കുന്നു. കട്ട് ചെയ്ത് പാകത്തിനടുത്ത് കനക്കൂടുള്ളതാണ്. ഇതുപോലെ പൊളിച്ച് കളഞ്ഞതാണ് ഈ കിടക്കണം വേസ്റ്റ്. എന്നിട്ട് ഇപ്പൊ ഒരു മുളയൊക്കെ എടുത്ത് അതിനകത്ത് എന്തുമാത്രം കിട്ടും ഇത് ഉണ്ടാക്കാനുള്ള തണ്ട്? വലിപ്പം അനുസരിച്ചിരിക്കും. ചില 2 കൊട്ടക്കുള്ള കിട്ടും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും. അങ്ങനെ അപ്പൊ 2 കൊട്ടയ്ക്ക് എന്തുമാത്രം മുള വേണം? 2 കൊട്ടക്ക് ഒരു മുഴുത്ത വലിയ മുളയാണെങ്കിൽ 1 മുള ഉണ്ടെങ്കിൽ 1 മുള കൊണ്ട് തികയത്തില്ല. എങ്കിലും ഇപ്പൊ വേറെ ആരും ഇതൊന്നും ചെയ്യാനില്ല അല്ലേ? ഏരിയയിൽ ആരും ഇല്ല. ഇല്ല, രാമചേട്ടനാണ് നിങ്ങളുടെ തലമുറകളായിട്ട് ചെയ്യുന്നത്. പഴയ തലമുറയിൽപ്പെട്ടവർ ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ എന്തെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ പുതുതലമുറയ്ക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകളാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ പുതുതായി 3 ദേവീ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒറ്റ വെണ്ണക്കല്ലുകളിൽ കൊത്തിയ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക. ആദിപരാശക്തി ദേവി, ദേവിയുടെ കാവൽക്കാരായ ദുർഗ, രാജമാതംഗി, സിംഹം, നന്ദികേശൻ എന്നിവയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ഇന്നലെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചു. ജൂലൈയിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നെത്തുന്ന 100ഓളം സന്യാസിമാരുടെയും പുരോഹിതന്മാരുടെയും കാർമ്മികത്വത്തിൽ ദേവീ വിഗ്രഹങ്ങളുടെ പ്രാണപ്രതിഷ്ഠ നടത്തും. ദ്വാരക മഠത്തിൽ നിന്നെത്തുന്ന കൃഷ്ണ ദേവാന്തഗിരി മഹാരാജ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കുമെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി MS ഭുവനചന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ ജയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലീസുകാരെ ആക്രമിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിയെ കാണാനെത്തിയ സുഹൃത്തുക്കളാണ് പോലീസുകാരെ ആക്രമിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നിതീഷിന് പരിക്കേറ്റു. 3 പേർ ചേർന്നാണ് പോലീസിനെ ആക്രമിച്ചത്. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തു. മോർണിംഗ് വൈബ്സിൽ ഒരു ഇടവേള. അപ്പോൾ ഇന്ന് അന്താരാഷ്ട്ര നഴ്സസ് ദിനമാണ്. ആതുര ശുശ്രൂഷ രംഗത്തെ നഴ്സുമാരുടെ സംഭാവനകളെ ഓർക്കുന്നതിനാണ് അന്താരാഷ്ട്ര നഴ്സസ് ദിനം ആചരിക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് മെയ് 12. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ആതുര ശുശ്രൂഷയുടെ സാമ്പത്തിക വശം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. നഴ്സിംഗ് രംഗത്ത് നിക്ഷേപം നടത്തുന്നതിന്റെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ എടുത്തുകാട്ടുകയാണ് ലക്ഷ്യം. സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന നഴ്സുമാരുടെ ജീവിത നിലവാരം ഉയർത്തി അവർക്ക് നന്ദി അറിയിക്കുക എന്നതും ഈ ദിവസത്തിന്റെ ലക്ഷ്യമാണ്. നമുക്കൊപ്പം 2 അതിഥികൾ ചേരുന്നുണ്ട്. പ്രൊഫസർ രേണു സൂസൻ തോമസ്, എറണാകുളം വെൽ കെയർ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പലും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്. ഒപ്പം സാറ ഉമ്മൻ, ബംഗളൂരു സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് സൂപ്രണ്ടാണ് സാറ ഉമ്മൻ. 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നഴ്സസ് ദിന ആശംസകളും കൂടി നേരുകയാണ്. വലിയ സന്തോഷം 2 പേരെയും രാവിലെ തന്നെ കിട്ടിയതിൽ. അപ്പോൾ ആദ്യം ഞാൻ പ്രൊഫസർ രേണുവിലേക്ക് പോവുകയാണ്. പ്രൊഫസർ രേണു, ഈ നഴ്സസ് ദിനം ഏത് ദിനമായിക്കോട്ടെ അതെടുക്കുമ്പോൾ എങ്ങനെ അത് ആചരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. എങ്കിലും നഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പരിപാടിയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ
ഒരു നേഴ്സിൻ്റെ മുഖം, അത് വളരെ കരുണയുള്ള, വളരെ സ്നേഹമുള്ള, കരുതലുള്ള ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. എന്തായാലും ആശുപത്രിയിൽ പോകാത്ത ആളുകൾ ഉണ്ടാകില്ല. അപ്പോൾ പെട്ടെന്ന് ആ ഒരു നേഴ്സിൻ്റെ നമ്മളോട് അറ്റാച്ച്മെൻറ്റ് കാണിച്ച, ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മളോടൊന്ന് മുഖം ചിരിച്ച് കാണിച്ച ഒരു നേഴ്സിനെ നമുക്ക് ഓർമ്മ വരും. എന്താണ് ഈ നേഴ്സസ് ദിനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്? നഴ്സിംഗ് എന്നത് സമൂഹത്തിന്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നമ്മളൊരു ആശുപത്രി സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ സന്ദർശന വേളയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ, നമ്മുടെ ഡിസ്ചാർജ് ആകുന്നിടം വരെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ, വളരെ കമ്പാഷനേറ്റ് ആയിട്ട്, വളരെ സ്നേഹത്തോടെ നമ്മളെ ശുശ്രൂഷിക്കുന്ന ആത്മസമർപ്പണമുള്ള അനേകായിരം നഴ്സുമാരെ നമ്മൾ ഓരോ ഹോസ്പിറ്റലിലും കാണുന്നു. ഈ നഴ്സസ് ദിനത്തിൽ നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കാനുള്ളത്, നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹമായി നമ്മുടെ നഴ്സുമാരെ കരുതുന്നത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് നഴ്സുമാരുടെ പലായനം മറ്റു രാജ്യങ്ങളിലേക്ക്, അത് സാമൂഹിക സുരക്ഷയോ മറ്റു ജീവിത സൗകര്യങ്ങളോ ഒക്കെ കണക്കാക്കിയാകാം. എന്നിരുന്നാൽ കൂടെ നമ്മുടെ സമൂഹം, കേരളം, ഇന്ത്യ എന്താണ് നഴ്സുമാരെ ഏത് രീതിയിലാണ് കരുതുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ നഴ്സുമാർ നമുക്ക് തരുന്ന സേവനത്തിന് പകരമായി നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്രാവശ്യത്തെ നഴ്സസ് ദിനത്തിന്റെ തീം ഉള്ളത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് വിശദമായി സംസാരിക്കാം. ശ്രീമതി സാറാ ഉമ്മനിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ശ്രീമതി സാറാ ഉമ്മൻ, ഈ നേരത്തെ പ്രൊഫസർ രേണു പറഞ്ഞതുപോലെ നമുക്കൊരു ചിരി തരുന്നുണ്ട്, നമുക്കൊരാശ്വാസം തരുന്നുണ്ട് രോഗിക്ക്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ വേതനത്തിലടക്കം വലിയ സമരത്തിലൊക്കെ നഴ്സുമാരെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് നഴ്സുമാരുടെ സമരം എന്ന വാക്ക് അത് ഓർമ്മ വരും. അപ്പോൾ വേതനത്തിനായി സമരം ചെയ്യേണ്ട അവസ്ഥ, കൂടുതൽ സമയം നിൽക്കേണ്ട അവസ്ഥ, കുടുംബം, കുട്ടികൾ അതൊന്നും നോക്കാതെ അവിടെ തന്നെ ചെലവഴിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടില്ലേ? എന്താണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്നയാളെന്ന നിലയ്ക്ക് ഈ നഴ്സസ് ദിനത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ശമ്പളം വേണം, ജീവിക്കാൻ പൈസ വേണം. പക്ഷെ നഴ്സുമാർക്ക് പൈസ മാത്രമല്ല, അതിൽ കൂടുതൽ മനസ്സില്, ഹൃദയത്തില് ഒരു സന്തോഷമുണ്ട്. കാരണം ട്രെയിനിങ്ങിൽ കൂടെ തന്നെ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു വരുന്ന, നഴ്സിംഗ് ഒരു ബിസിനസ് അല്ല, ബട്ട് ഒരു സേവനമാണെന്ന്. പക്ഷെ സേവനം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ചവിട്ടി നേരെ പോകാനായിട്ടല്ല, അതനുസരിച്ചുള്ള വരുമാനവും വേണം, അതനുസരിച്ചുള്ള റെക്കഗ്നിഷനും വേണം. പക്ഷെ ഉള്ളില് ആ ഒരു സമാധാനം, ഒരു സന്തോഷം, ഒരു പേഷ്യന്റിനെ നോക്കി ഒരു പുതിയ ജീവൻ കയ്യിലോട്ട് വന്നു, ഒരു ലേഡി പ്രസവിക്കുമ്പം, ഒരാൾ മരിക്കുമ്പോൾ ആ കണ്ണൊന്ന് അടയ്ക്കാന്, അവസാനം ഒരു പ്രാർത്ഥന ചൊല്ലിയ ആളിനെ അയക്കാന്, അങ്ങനത്തെ ഒരു ഭാഗ്യം വേറെ ഒരു ആൾക്കും കിട്ടത്തില്ല, നഴ്സുമാരല്ലാതെ വേറെ ആർക്കും കിട്ടത്തില്ല. ആ ഒരു പുണ്യം എന്നൊരു കാര്യം നഴ്സിംഗിലുണ്ട്. തീർച്ചയായിട്ടും പ്രൊഫസർ രേണു, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പക്ഷെ വൈകാരികമായിട്ടൊരു നേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്രയും അനുഗ്രഹിക്കപ്പെട്ട, നമുക്ക് എന്താണ് നമ്മുടെ അസുഖമെന്ന് അറിയാത്തപ്പോൾ പോലും നമ്മളോട് വന്ന് കാര്യങ്ങൾ പറയുന്ന, സംസാരിക്കുന്ന, നമ്മളെ ആദ്യം ആശ്വസിപ്പിക്കുന്ന ആളൊരു നേഴ്സായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, വളരെ സന്തോഷമുള്ള അനുഭവം ഉണ്ടാകും, സങ്കടമുള്ള അനുഭവം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം താങ്കളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരിക്കും. പെട്ടെന്ന് ഒന്ന് ഓർത്ത് പറയാൻ പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഞാൻ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്ന മേഖലയിലുള്ള ആളാണ്. ആ നിലയിൽ ഒരുപാട് നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൈപിടിച്ച് ജീവിതത്തിന്റെ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ സ്റ്റുഡൻസിന്റെ സൂപ്പർവിഷനിൽ, ക്ലിനിക്കൽ സൂപ്പർവിഷൻ വരുമ്പോൾ നമ്മൾ ബെഡ് സൈഡിൽ ഒരുപാട് രോഗികളുടെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ നമുക്കും ഒപ്പം ഈ ചെയ്യുന്ന സ്റ്റുഡന്റിനും ഈ ശുശ്രൂഷ ലഭിക്കുന്ന രോഗിക്കും ഒരുപോലെ വളരെ സന്തോഷമുള്ളതാണ്. ഞാൻ കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുമ്പ് ജോലി ചെയ്ത പല സ്ഥാപനങ്ങളിലും നമ്മൾ കണ്ടുമുട്ടിയ രോഗികൾ വഴിയിൽ വെച്ചും
അല്ലെങ്കിൽ ബസ്സിൽ വെച്ചോ വേറെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ടീച്ചർ പണ്ട് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്തതല്ലേ, അന്ന് ടീച്ചറും കുട്ടികളും എനിക്ക് ഇന്ന കാര്യം ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് അഭിനന്ദിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാൻ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്നിരുന്നാൽ പോലും പല സാഹചര്യങ്ങളിലും നമ്മളെ ഇങ്ങനെ ഒരു പൊതു സേവനം ചെയ്യുന്ന നിലയിൽ നമ്മളെ എടുത്തു പറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് ഞാൻ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണലി ഒരു മാതൃക രീതിയിൽ ഒരു രോഗിക്ക് കെയർ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല ഭാഗത്തും വലിയ പദവികൾ അലങ്കരിച്ച് നഴ്സുമാരായിട്ട് ജോലി ചെയ്യുകയും അവിടെ പ്രശസ്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെ ചാരിതാർത്ഥ്യം തരുന്ന സംഭവങ്ങളാണ്. പ്രൊഫസർ രേണു, നമുക്കിപ്പോ സാധാരണക്കാരുടെ മുമ്പിൽ 2 തരം നഴ്സുമാരുണ്ട് കേട്ടോ. ഒന്ന് വളരെ ചിരിച്ചുകൊണ്ട് വളരെ നമ്മളോട് നേരത്തെ എന്തോ മുൻപരിചയം ഉള്ളതുപോലെയൊക്കെ സംസാരിക്കുന്ന, ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ വളരെ കാര്യമായിട്ട് വേറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധ മാറ്റിവിട്ട് വേദന അറിയാതെ ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്ന ചില നഴ്സുമാർ. മറ്റു ചിലരുണ്ട്, അവർ വളരെ പ്രൊഫഷണൽ ആയിരിക്കും, പക്ഷേ ഈ ചിരിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ പലതരം കുട്ടികളെ ഇങ്ങനെ വാർത്തെടുക്കുന്ന ആളാണല്ലോ, അപ്പോൾ പലതരത്തിലുള്ള ആളുകളാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ ഒരുമിച്ച് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരാളല്ലേ താങ്കൾ. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ ഉണ്ടാവില്ല, ഒരുപാട് ഇഷ്ടത്തോടെ വരുന്നവർ. മറ്റു ചിലർ ഈ ഒരു പ്രൊഫഷനായി കണ്ടുകൊണ്ട് പുറത്തേക്കൊക്കെ പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഇതിലേക്ക് വരുന്നവർ. അങ്ങനെ 2 തരക്കാരുണ്ടോ? ഏത് മേഖലയിലും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമുക്ക് അതിനൊരു അറിവ് വേണം, അത് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഒപ്പം ഈ പ്രവൃത്തി മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ ഭംഗിയായി ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ ഒരു നഴ്സിംഗ് ട്രെയിനർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഈ ആറ്റിറ്റ്യൂഡാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാന കാര്യം. ഇപ്പൊ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഞാനോ എൻ്റെ വിദ്യാർത്ഥിയും കൂടി ഒരു രോഗിക്ക് ഒരു സർവീസ് ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിലൊക്കെ ആ രോഗിയുടെ വെൽഫെയർ അല്ലെ ഈ വിദ്യാർത്ഥി എത്ര ഭംഗിയായിട്ട് ഈ ഭാഗം നല്ല രീതിയിൽ ട്രെയിൻഡ് ആകണം എന്നുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ സർവീസിനെ എക്സെപ്ഷണൽ ആക്കുന്നത്. അത് സാധാരണയിൽ ഉപരിയായിട്ട് ഏത് വ്യക്തിയും അതിനെ പ്രൊഫഷണൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താണ് പറയുന്നത്, എല്ലാ രീതിയിലും പൂർണ്ണമായ കമ്പാഷൻ, കെയർ, ആറ്റിറ്റ്യൂഡ് വൈസ് തന്നെ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് ആയ ഒരു നഴ്സിംഗ് ആണ്. നല്ല അറിവ്, നല്ല കഴിവ്, ഒപ്പം അത് ഭംഗിയായി നിർവഹിക്കാനുള്ള മനോഭാവം, ഇതെല്ലാം ഉള്ള ഒരു നഴ്സിനെയാണ് നമ്മളൊരു നല്ല പ്രൊഫഷണൽ നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞേക്കാം സാമ്പത്തികം മാത്രമല്ല, ഇപ്പൊ പല നേഴ്സുമാരും ചിരിക്കാത്തതിന്റെ കാര്യം ചിലപ്പോൾ നമുക്കറിയാം, അവർ ഓവർ വർക്ക്ഡ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ചും ഗവൺമെന്റ് മേഖലയിൽ നമുക്കറിയാം വളരെ ഓവർ ബേർഡൻഡ് ആണ് നേഴ്സുമാർ. ഒരു വാർഡില് 10-80 രോഗികളെ നോക്കാൻ 1-2 നേഴ്സുമാരായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഓരോ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിറ്റ് ആകുന്ന രോഗികളൊക്കെ വളരെയധികം അസുഖങ്ങളും അവർക്ക് ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻസും മറ്റു മരുന്നുകളും ട്രീറ്റ്മെന്റുകളും വൂണ്ട് കെയർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട രോഗികളാകാം. അപ്പോൾ ഓരോ രോഗിയുടെ അടുത്തും ഈ നേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഓരോ കാര്യം ചെയ്തു വരുമ്പോഴും അവർ ഓവർ വർക്ക്ഡ് ആകുന്നു. അവര് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ നമുക്കുള്ള നിലവിലുള്ള സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മുടെ എക്യുപ്മെന്റ്സ്, മറ്റ് സ്റ്റാഫിന്റെ പെരുമാറ്റം, ഡ്യൂട്ടി ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ നല്ലൊരു രീതിയിൽ ഈ സേവനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. എന്നിരുന്നാലും ചില സാഹചര്യങ്ങളിൽ അവർക്ക് അങ്ങനെ കഴിയുന്നില്ല. പിന്നെ നമ്മൾ ഏത് പ്രൊഫഷൻ എടുത്താലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഫഷന് വേണ്ടി എക്സ്ട്രാ ചില കാര്യങ്ങൾ ചെയ്യാനും അതേസമയം വെറും ഒരു ജോലിയായി കണക്കാക്കി ആ ഡ്യൂട്ടി ടൈമിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കി എങ്ങനെയെങ്കിലും പോകണം എന്ന് ചിന്തിക്കുന്ന വിഭാഗം ആൾക്കാരും എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ മനുഷ്യ സേവനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രംഗം എന്നുള്ള നിലയിൽ
നേഴ്സിംഗിൽ ഈ കാര്യം എടുത്തു കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ശ്രീമതി സാറാമ്മൻ, നേരത്തെ താങ്കൾ പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ ആദ്യമായിട്ട് എടുക്കുന്നതും അതിനെ വൃത്തിയാക്കുന്നതും ആ കാര്യങ്ങൾ, ആ അമ്മയുടെ സന്തോഷം അതൊക്കെ ആദ്യം കാണുന്ന ആളാണ് നേഴ്സ്. അതുപോലെ തന്നെ ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ ആ കണ്ണടച്ചു വെക്കുന്നതും അയാൾക്കായി അവസാന പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ മറക്കാനാകാത്ത അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. താങ്കളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ പഠിച്ചത് CMC വെല്ലൂരില. അപ്പൊ അവിടാണ് ആദ്യമായിട്ട് ആ ലേബർ റൂമില് ഒരു ഡെലിവറി കാണുന്നത്. പഠിപ്പിച്ചു വരുന്ന ടീച്ചേഴ്സ് അതെല്ലാം പറഞ്ഞു തരും, പക്ഷെ കാണുന്നതും അനുഭവിക്കുന്നതും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസാ. അപ്പൊ അതാ ഒരു കൊച്ചിനെ, ഒരു ന്യൂ ബോൺ കൊച്ചിനെ കയ്യിലൊന്ന് പിടിക്കുന്നത് തന്നെ വിറച്ചുകൊണ്ടായിരുന്നു ആദ്യമായിട്ട് പിടിച്ചത്. അതൊരു ശരിക്കും ഒരു അനുഭവമായിരുന്നു. അതുപോലെ ഞാൻ ഇനീഷ്യലി വർക്ക് ചെയ്തത് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതും CMCയിലായിരുന്നു. ഒരു ഓർത്തോപീഡിക് വാർഡിലായിരുന്നു. എനിക്കൊരു നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, നാഗരാജ്. കാരണം ആദ്യമായിട്ട് മരണം കണ്ടത് ഞാൻ അവിടെ ആയിരുന്നു. നാഗരാജ് എന്ന് പറഞ്ഞ ഒരു പേഷ്യന്റ് TB സ്പൈൻ ആയിരുന്നു. പക്ഷെ അത് സ്പ്രെഡ് ചെയ്ത് ലങ്സിലുമായി. ഒരു രാത്രിയിൽ 2 മണിക്ക് സഡൻലി ഏതാണ്ട് ഒരു ശബ്ദം കേട്ട് ഞങ്ങൾ സ്റ്റാഫ് ഓടി ചെല്ലുമ്പോഴത്തേക്ക് പേഷ്യന്റ് വായിന്ന് മൂക്കിന്നെല്ലാം രക്തം ഇറങ്ങി വരുമായിരുന്നു. സോ ഇറ്റ് വാസ് എ ബ്ലീഡ് ആൻഡ് അങ്ങനെ ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു കാഴ്ച ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ വെള്ള സാരി ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരുടെ വെള്ള സാരി മുഴുവൻ റെഡായി. കാരണം ആ മനുഷ്യനെ എങ്ങനെയും ഹെൽപ്പ് ചെയ്യാൻ നോക്കാനുള്ള ഇതില് അത് അവസാനം പിന്നെ ഞങ്ങൾ ആകെ ചെയ്യാൻ പറ്റിയിരുന്നത് ആ മനുഷ്യന്റെ കണ്ണടച്ച് അവിടെ ഒരു പ്രാർത്ഥന പറയാനേ പറ്റിയുള്ളായിരുന്നു. അതായിരുന്നു വേറൊരു 2 സൈഡിലും. ആൻഡ് ത്രൂ ഔട്ട് ലൈഫ് ആ ജനനം മരണം അതിന്റെ ഇടയിലുള്ള പല മനുഷ്യരെയും പല രീതിയിലും സേവിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അതെ, ശ്രീമതി സാറാവുമ്മൻ, നമ്മൾ ഈ എപ്പോഴും ജോലി ചെയ്യുന്ന ആളുകൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സെക്കൻഡ് ഹൗസ് എന്നാണ് പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ വീടാണ് ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ 8-8.5 മണിക്കൂർ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ 8.5 മണിക്കൂറൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ ആ ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ അവിടെ കണ്ട കാര്യങ്ങൾ, നമ്മുടെ ബേർഡൻ എല്ലാം അവിടെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഈ ജോലിയുടെ പേരിൽ, നഴ്സ് ആയതിൻ്റെ പേരിൽ മിസ് ചെയ്ത ചില ജീവിത അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ജീവിതത്തിലെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം പല കാര്യങ്ങൾക്ക് പോകാൻ സമയത്തിന് ഇറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്. കാരണം വീട്ടിലെ ആൾക്കാർ നോക്കിയിരിക്കും, ഇവിടെ ജോലി. ഞാൻ വരാം, ഞാൻ സാറാവുമ്മൻ, എനിക്ക് ആ വാക്കുകൾ കേൾക്കണം. പ്രൊഫസർ രേണുവിലേക്ക് ഞാൻ പോവാണ്. പ്രൊഫസർ രേണു, ഈ പറഞ്ഞതുപോലെ നേരത്തെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു ഒഴുക്ക്, ഇവിടെ നിന്നുള്ള നഴ്സുമാരുടെ ഒഴുക്ക് പുറത്തേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. അതിന് തക്കതായ കാരണങ്ങളും അവർ പറയാറുണ്ട്. ശ്രീമതി സാറാവുമ്മൻ, ഞാൻ താങ്കളിലേക്ക് വരാം കേട്ടോ. എനിക്കത് കേൾക്കണം, ആ അനുഭവം കേൾക്കണം. ഇടയ്ക്ക് ചെറിയ സാങ്കേതിക തകരാറുണ്ട്. പ്രൊഫസർ രേണു, അങ്ങനെ ഒരു ഒഴുക്കുണ്ടാകുന്നു, ആ ഒഴുക്കിനെ നമ്മളൊരു ആശങ്കയോടെ കാണേണ്ട സാഹചര്യമുണ്ടോ? പലരും ഇവിടെ നിന്ന് പോയിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവുന്നുണ്ട്. നമ്മുടെ മലയാളി നഴ്സുമാരെ ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? എന്താണ് മലയാളി നഴ്സുമാരുടെ പ്രത്യേകത? മലയാളി നഴ്സുമാരെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. ഞാനൊരു നഴ്സിംഗ് കോളേജിൽ ജോലി ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് റിക്രൂട്ടേഴ്സ് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്, ഇന്ത്യയിലും വിദേശത്തും. ഈയിടെ UK എന്നുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നു. അവർക്ക് വേണ്ടത് മലയാളികളായ കേരളൈറ്റ്സ് ആയിട്ടുള്ള നേഴ്സസിനെയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് കേരളത്തിന് എന്തോ ഒരു കെയറിന്റെ, ഒരു ശുശ്രൂഷയുടെ സംസ്കാരം, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന എന്തോ ഒരു പ്രത്യേകത മലയാളികളിൽ ഉണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേഴ്സിംഗില് ഒരുപാട് മലയാളി യുവാക്കളും യുവതികളും ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇവരുടെ ഒഴുക്ക് ഇത്രയേറെ വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു സാമൂഹിക സുരക്ഷ, മറ്റ് നഴ്സസിന് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അവരുടെ ലീവുകൾ, ശമ്പളം മാത്രമല്ല, ശമ്പളത്തിലുപരി മറ്റ് ഒരുപാട് കെയർ, ഒരുപാട് കൺസേൺ ആ സൊസൈറ്റികളൊക്കെ, ആ മോഡേൺ കോൺസെപ്റ്റ്സ് അവരുടെ ഹെൽത്ത് കെയറിൽ കൊണ്ടുവന്നിരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായിട്ട് നഴ്സുമാരെ, അവരുടെ ജീവിത സുരക്ഷയെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്
നമ്മുടെ നഴ്സുമാർ ഇവിടുന്ന് വെളിയിലേക്ക് പോകാനുള്ള കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫസർ രേണു, നമുക്കും വേണ്ടേ മലയാളി നഴ്സുമാരുടെ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾ മലയാളികൾക്കും വേണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. ഈ ഒരു ശതമാനം ഏകദേശം താങ്കൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു കണക്ക് ആശങ്കപ്പെടുത്തുന്നതാണോ? ആശങ്കപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥ എടുക്കാം. കേരളത്തില് ഒരു ഒരു ഡിപ്ലോമ, 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന ഒരു നഴ്സിന് ആദ്യത്തെ ഒരു വർഷം ഒരു ട്രെയിനി ആയിട്ട് നേഴ്സ് ട്രെയിനി എന്നുള്ള നിലയിൽ ജോലി ചെയ്യാം. ആ അവസരത്തില് അവരുടെ ശമ്പളം 12,000 to 15,000 അതിനകത്തുള്ള ഒരു തുകയാണ്. നമ്മൾക്കറിയാം, ഒരു സമൂഹത്തിലെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഒക്കെ ആ ഒരു സാഹചര്യത്തിലുള്ള അനേകം കുട്ടികൾ അവരുടെ ജീവിതം ഒരു മറ്റൊരു ലെവലിലെ ഒരു ബെറ്റർ ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അനേകം പേര് ലോൺ എടുത്തും മറ്റ് രീതിയിലൊക്കെ നഴ്സിംഗിന് വരുന്നുണ്ട്. അപ്പോ അവരുടെ ആ ഫീസ് അല്ലെ അവരെടുത്ത ലോൺ തുക എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കുക എന്നൊരു ബാധ്യസ്ഥത അവർക്കുണ്ടല്ലോ. അപ്പോ ഈ സാഹചര്യത്തിലാണ് നമുക്ക് നല്ല ശമ്പളം കൊടുക്കാവുന്ന, കേരളത്തിന് വെളിയിൽ നല്ല ശമ്പളം ലഭിക്കുന്ന 28,000 30,000 രൂപ വരെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ പകുതി ശമ്പളത്തിനാണ് കേരളത്തിൽ നഴ്സുമാരെ നമ്മൾ ജോലിക്കെടുക്കുന്നത്. അപ്പോ ന്യായമായും ആര് തന്നെയാണെങ്കിലും, ആരുടെ ഏത് പ്രൊഫഷണലിന്റെ കാര്യമാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോയാലോ കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ കുട്ടികളെ ഭാവിയിൽ ഇവിടെ നമുക്ക് ഉതകുന്ന രീതിയിൽ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ആ മേഖലയിൽ ഈ പ്രാവശ്യത്തെ നേഴ്സസ് തീം പറയുന്നത് പോലെ തന്നെ ഭാവിയിലേക്കുള്ള കെയറിന് വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ്, അതിനുള്ള കരുതൽ നമ്മൾ ഇപ്പൊ തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഈ ഒഴുക്ക് കൂടുതലാകുകയും എനിക്ക് തോന്നുന്നു നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യും. ഇപ്പോ നിലവിൽ ഇപ്പോ 6 മാസം മുതൽ 1 വർഷം ഇവർ പാസ്സായി 6 മാസം മുതൽ 1 വർഷത്തിനകം ഇവര് ഒന്നുകിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സാറാ മാഡം, വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ സാറാ മാഡത്തിലേക്ക് കൂടി പോകണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജീവിതത്തിൽ നഷ്ടമായ നിമിഷങ്ങളെ കുറിച്ചാണ്. അത് പ്രൊഫഷണലി അല്ല, ഫാമിലി പരമായി പേഴ്സണലി നഷ്ടമായ നിമിഷങ്ങളെ കുറിച്ച് പറഞ്ഞോളൂ. അങ്ങനെ ഒരു, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പം അത് നഷ്ടമെന്ന് എനിക്ക് പറയാൻ പാടാ. കാരണം എല്ലാവർക്കും മനസ്സിലാവും, ഒരിടത്ത് പോകാൻ പറഞ്ഞു വന്നില്ല, ഡ്യൂട്ടിയുടെ കാരണം കൊണ്ടാന്നറിയുമ്പം അത് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ ഒരു അതുകൊണ്ട് നഷ്ടമായെന്ന് എനിക്ക് പറയാനുള്ള 100% ഞാൻ പറയത്തില്ല അത് നഷ്ടമാണെന്നില്ല. ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് കൂടി പറയാമോ? നമുക്കൊരു പിന്തുണ വേണമല്ലോ, എവിടെന്നെങ്കിലും ഒക്കെ നമുക്കൊരു ഊർജം കിട്ടണമല്ലോ, ഒരു പോസിറ്റിവിറ്റി കിട്ടണമല്ലോ. അപ്പൊ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫാമിലി സപ്പോർട്ട് എപ്പോഴും ഉണ്ട്, അത് എപ്പോഴും ഉണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഊർജം മേലേന്ന ദൈവത്തിന്റെ ഊർജം, ദൈവത്തിന്റെ ശക്തി അല്ലാതെ വേറൊന്നുമില്ല. ഈ സൂപ്രണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെറിയ പേടിയൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. പ്രത്യേകിച്ച് താഴെയുള്ള നഴ്സുമാരൊക്കെ എങ്ങനെയാണ്? അവരുമായിട്ടൊക്കെ ഇപ്പോ സൗഹൃദമാണോ അതോ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണോ? രണ്ടും ഉണ്ട്. ഞാൻ എപ്പോഴും പറയും 5 വിരല് നമ്മുടെ ഒരുപോലല്ല, അതുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയാ. സോ കമ്പാഷനറ്റ് ആയിട്ട് യെസ്, അണ്ടർലൈങ് എപ്പോഴും കമ്പാഷൻ ഉണ്ട്. പക്ഷെ ഓരോരുത്തരെ കരുതുന്നത് ഓരോ രീതിയില്ല. ചിലരോട് നല്ലതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ചിലരോട് ഇച്ചിരി കൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞാല് മനസ്സിലാവും, ചിലരോട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കേണ്ടി വന്നാൽ ചെയ്താലേ പറ്റും. പക്ഷെ അതിലെല്ലാം എപ്പോഴും ഞാൻ പഠിച്ചേക്കുന്ന ഒരു കാര്യം, എന്ത് ചെയ്താലും അവരെ അതിന്റെ പോസിറ്റീവ് സൈഡ് കാണിക്കാനായിട്ട്. സോ ഒരാളെ അഥവാ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെങ്കിലും ഞാൻ വിളിച്ച് സംസാരിച്ച് ഇതാണ് റീസൺ, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തുവാ, അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ തെറ്റ് കാണിച്ചുകൊണ്ട് ഇങ്ങനൊരു ആക്ഷൻ എടുക്കേണ്ടി വന്നത്. സോ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്ത് ഗോ അഹെഡ്. ഇനി ചെയ്യാതിരിക്കുന്ന രീതിയിൽ, ബട്ട് ടേക്ക് ദ ഡിസിപ്ലിനറി ആക്ഷൻ ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്തോ അങ്ങനെ എന്നെയും പഠിപ്പിച്ചേക്കുന്ന, ഞാനും വളർന്നേക്കുന്ന അങ്ങനെ. അതുകൊണ്ട് ആ ഒരു ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് സൈഡ് നോക്കാനായിട്ട്
ഞാൻ എപ്പോഴും പിള്ളേരെ അങ്ങനെ നോക്കാനായിട്ട് പറയാറുണ്ട്. ഇപ്പൊ മറ്റൊരു നാട്ടിലാണല്ലോ, അപ്പൊ നമ്മുടെ നാട്ടില് എവിടെയാണ്, സ്ഥലം എവിടെയാണ്, കുടുംബത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്റെ വീട് കവിയൂര്, തിരുവല്ലയില. പക്ഷെ ഞാന് 12th വരെ നാട്ടിലാ പഠിച്ചത്. സ്കൂളിംഗ് നിക്കോൾസൺ സ്കൂളിൽ ചെയ്തു, പിന്നെ UC കോളേജ് ആലുവയിൽ +2 ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാന് നഴ്സിംഗ് BSc നഴ്സിംഗിന് CMC വെല്ലൂരിൽ പോയി. അവിടെ ഞാൻ കുറച്ച് വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. കുമ്മനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ ഒരു വർഷം വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് MSc കിട്ടിയപ്പം തിരിച്ച് ഞാൻ ഇവിടെ സെന്റ് ജോൺസ് ബാംഗ്ലൂരിലാണ് വന്നത്. കുറച്ച് ഇവിടെ MSc കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഞാൻ TMM കോളേജ് ഓഫ് നഴ്സിംഗ് ജോയിൻ ചെയ്തായിരുന്നു. അവിടെ ഒരു 5 വർഷം ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെയും അപ്പോഴത്തേക്ക് കല്യാണമായി. പിന്നെ ഫാമിലി വാസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. ഞാൻ CMC വിടുമ്പോഴും ഫാമിലി റീസൺസും കൊണ്ടായിരുന്നു. ഞാൻ അന്നേരം മാരിഡ് അല്ലായിരുന്നു, പക്ഷെ ഫാമിലി വാസ് ഓൾവേസ് മൈ പ്രയോറിറ്റി. അങ്ങനെയായിരുന്നു ഞാൻ CMC നിന്നും വിട്ടത്. പിന്നെ ഞാൻ പൂനെയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് ഫാമിലി ഹസ്ബൻഡിന്റെ കൂടെ. ഹസ്ബൻഡ് ബാംഗ്ലൂരിലോട്ട് മാറിയപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ബാംഗ്ലൂരിലോട്ട് വന്നു. ഓക്കെ, പ്രൊഫസർ രേണു, താങ്കളോട് കൂടി ഞാൻ ചോദിക്കുകയാണ്. നമ്മളെപ്പോഴും വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. പ്രൊഫഷണൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പേഴ്സണൽ ഒരുപാട് അകത്തേക്ക് കടന്നു പോകുന്നില്ലെങ്കിലും അറിയാൻ താല്പര്യമുണ്ട്. എവിടത്തുകാരിയാണ്, എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കല്യാണം കഴിച്ചത് കോട്ടയം മീനടം. എന്റെ ഭർത്താവും ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കേരളത്തിലെ പ്രശസ്തമായ ഒരുപാട് ആശുപത്രികളിൽ പല ആശുപത്രികളും സ്ഥാപിക്കുന്നതിൽ അതിന്റെ ഡെവലപ്മെന്റിനും വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം നിലവിൽ ഈയിടെ ദുബായിലാണ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് 3 മക്കളാണ്. മൂത്തയാള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ജോലിയിലാണ്. രണ്ടാമത്തെ ആള് ഹോട്ടൽ മാനേജ്മെന്റിന് മണിപ്പാലിൽ പഠിക്കുന്നു. ഇളയാള് 12th സ്റ്റാൻഡേർഡ്. ഞാൻ BSc പ്രീ ഡിഗ്രി വരെ പഠിച്ചത് പെരുമ്പാവൂർ തന്നെയാണ്. BSc നഴ്സിംഗ് ബാംഗ്ലൂർ ഓക്സ്ഫോർഡ് കോളേജ് ഓഫ് നഴ്സിംഗ്. അതിനുശേഷം MSc മണിപ്പാൽ യൂണിവേഴ്സിറ്റി കർണാടക. പിന്നെ 2002 മുതൽ കേരളത്തിലെ വിവിധ നഴ്സിംഗ് കോളേജുകളിൽ പല പോസ്റ്റുകളിലായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് സ്ഥാപിക്കുന്നത് മുതൽ അതിന്റെ ഡെവലപ്മെന്റിലൊക്കെ നിന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 വർഷം ബാംഗ്ലൂര് വർക്ക് ചെയ്തു. പിന്നീട് തിരിച്ച് നാട്ടിൽ വന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നഴ്സിംഗ് കോളേജിൽ 8 വർഷം വർക്ക് ചെയ്തു. പിന്നീട് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമായ സിമെറ്റ് എന്ന് പറയുന്ന നഴ്സിംഗ് കോളേജിൽ ഒരു 2.5 വർഷം. പിന്നീട് വയനാട് DM വിംസ് മെഡിക്കൽ കോളേജിന്റെ നഴ്സിംഗ് കോളേജിൽ 1 വർഷം വർക്ക് ചെയ്തു. പിന്നീട് കോഴിക്കോട് PVS, ഇപ്പോൾ നിലവിൽ എറണാകുളം വെൽകെയർ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പലായിട്ടും ഒപ്പം നഴ്സുമാരുടെ നാഷണലായി പ്രൊഫഷണൽ സംഘടനയായ ട്രെയിൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ 2014 മുതൽ ട്രഷററായിട്ടും ഇപ്പൊ ഈ വർഷം പ്രസിഡന്റായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നഴ്സുമാരുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ചെയ്യാനാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥതയോടും നഴ്സസിനോടുള്ള അതീവ പരിഗണനയോടും കൂടെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് TNAയിൽ പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാനാകുന്നത് ഇപ്പൊ നഴ്സിംഗിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പുതിയ നഴ്സുമാരെ നല്ല മിടുക്കരായിട്ട് വാർത്തെടുക്കാനായിട്ടുള്ള ഒരുപാട് കഴിവും അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ശരി, എന്തായാലും വലിയ സന്തോഷം, അഭിമാനം ഈ ദിവസത്തിൽ നിങ്ങളെ രണ്ടുപേരെയും കിട്ടിയതിൽ. രാവിലെ തന്നെ നമ്മൾ സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. വലിയ സന്തോഷം, ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. നമ്മളിനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതി അപ്പു എന്ന അഖിൽ ആണ് പോലീസിന്റെ പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് കൊലയിൽ നേരിട്ട് പങ്കെടുത്ത അഖിലിനെ പിടികൂടിയത്. കേസിൽ ഇനി 2 പേരാണ് പിടിയിലാകാനുള്ളത്. നേരത്തെ ഗൂഢാലോചനയിൽ പങ്കുള്ള 3 പ്രതികൾ കൂടി പിടിയിലായിരുന്നു. വിനോദ് ചേരുന്നു. വിനോദിലേക്ക് വരാം. എന്തായാലും അപ്പു എന്ന അഖിൽ ആ ദൃശ്യങ്ങളിലുള്ള ആ കല്ല് എടുത്ത് അഖിലിന്റെ ശരീരത്തെ ആഞ്ഞ് എറിയുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പു എന്ന അഖിലാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം
നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടുപേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. ഒരാളെ നേരത്തെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാപ്പകലാണ് കരമനയിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണമുറപ്പിക്കുന്നതിനായി നിരവധി തവണ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന കാഴ്ച അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യത്തിലുള്ള ആ കല്ലെടുത്ത് ദേഹത്തേക്ക് എറിയുന്ന അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ ആണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. എന്തായാലും ആ കൊലക്കേസിൽ ഒരാൾ പിടിയിലായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. കൂടുതൽ ഈ രണ്ടുപേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. അതിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ അവരും പിടിയിലാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാന പ്രതി പിടിയിലായിരിക്കുന്നത്. എന്തായാലും നിരവധി വാർത്തകളുള്ളൊരു ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ചയാണ്, എല്ലാവരും അവധിയാണ്, എല്ലാവരും വീട്ടിലിരിക്കുകയായിരിക്കും, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ഇന്ന് മദേഴ്സ് ഡേ ആണ്. അമ്മമാർക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. ഒപ്പം നഴ്സുമാർക്കും ആശംസകൾ നേരുകയാണ്. മോർണിംഗ് വൈബ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.